കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കുന്നത്. 11-ാമത്തെ വാക്യം വായിക്കാമോ? ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല. ഉറപ്പായിട്ടും അല്ല. നമുക്കറിയാലോ, അത്ര സന്തോഷമല്ല. മുഖം കാണുമ്പോ അറിയാം. ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല. രാജാവിന്റെ വിരളഗ്രം മുറിഞ്ഞത് ആ മൂമെന്റിൽ സന്തോഷകരമല്ല, പക്ഷെ പിന്നെ അതറിയും എന്തിനാണ് ദൈവം അത് അനുവദിച്ചതെന്ന്. അബ്രഹാമേ, ദീർഘവർഷങ്ങൾ താങ്കൾ പരീക്ഷകളിലൂടെ കടന്നുപോയത് എന്തിനു വേണ്ടിയെന്ന് പിന്നീട് അറിയും. ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ തന്നോട് ആവശ്യപ്പെട്ടത് എന്തിനു വേണ്ടിയെന്ന് താങ്കൾ പിന്നീട് അറിയും. ഇസഹാക്കെ, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വിവിധ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ വെല്ലുവിളികൾ കടന്നു വന്നപ്പോൾ അതെന്തിനു വേണ്ടിയെന്ന് നിന്റെ ജീവിതത്തിൽ രഹബോത്ത് വെളിപ്പെടുമ്പോൾ നീ അറിഞ്ഞിരിക്കും. യാക്കോബേ, വീടും നാടും എല്ലാം വിട്ട് കല്ല് തലയണയായി വെച്ചുകൊണ്ട് നീ ലൂസിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു സാഹചര്യം ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചതെന്ന് നീ പിൽക്കാലത്തിൽ തിരിച്ചറിയും. ജോസഫേ, എന്തുകൊണ്ട് ഈ സഹോദരന്മാർ, എന്തുകൊണ്ട് ഈ പൊട്ടക്കിണർ, എന്തുകൊണ്ട് ഈ പൊത്തീബറിന്റെ ഭാര്യ, എന്തുകൊണ്ട് എന്റെ യൗവന പ്രായത്തിൽ ഈ പ്രതിസന്ധികളെന്ന് നീ ചോദിക്കുന്നെങ്കിൽ നീ അതിന്റെ റിസൾട്ട് പിന്നീട് അറിയും. ഇത് ആരോടോ ഉള്ള ഒരു സന്ദേശമാണ് പ്രിയരെ. നിങ്ങളെ ദൈവം അറിയിക്കും. ഏതു ശിക്ഷയും തൽക്കാലം അത്ര സന്തോഷകരമല്ല, ദുഃഖകരമെന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കും. അതാണ് ദൈവദാസനെ ഞാൻ പറഞ്ഞത്. ഈ സാഹചര്യങ്ങൾ നമ്മുടെ തെറ്റുകളെ തിരുത്തി ദൈവത്തിന് നമ്മളെ പണിതുയർത്തുവാനുള്ള സാഹചര്യങ്ങളാണ്. ഇത് പുതിയ നിയമത്തിൽ നിങ്ങൾ വായിച്ചപ്പോൾ തന്നെ പഴയ നിയമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കേണ്ട രസകരമായ ആഴമേറിയ ഒരു സന്ദേശം കിടപ്പുണ്ട്. അത് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിലാണ്. 32-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളൊന്ന് വായിക്കാമോ? താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകന്മേൽ അവനെ വഹിച്ചു. അതിന്റെ ഇപ്പോൾ വായിച്ച വാക്യത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും കണ്ടു, അവനെ ചുറ്റി പരിപാലിച്ചു.